അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞു സമാധാനത്തിൻ്റെ വഴികൾ. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു വഴിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗിവ്നെസ്. നന്ദി ചെയ്യുക എന്നത് ഏറ്റവും വലിയൊരു വിഷയമാണ്. പൊതുവെ ആളുകൾ, മലയാളികളായ നമ്മെക്കുറിച്ചിടത്തോളം അറബികളിൽ നിന്ന് വ്യത്യസ്തമായി നന്ദി ചെയ്യുന്ന കാര്യത്തിൽ കുറേ വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. ഉദാഹരണം, എനിക്ക് പരിചയമുണ്ട്. നമ്മുടെ ഒരു സുഹൃത്ത് അറബി ആക്സിഡന്റിൽ പെട്ടിട്ട് കയ്യിൽ നിന്നും ശരീരത്തിൽ നിന്നൊക്കെ രക്തം ഇങ്ങനെ ഒലിക്കുമ്പോൾ ഞാൻ വന്നിട്ട് കൈഫഹാലക്കെന്ന് വെച്ചപ്പോൾ അവൻ അൽഹംദുലില്ലാ. നമ്മളെപ്പോഴും എന്ത് ചോദിച്ചാലും എപ്പോഴും അൽഹംദുലില്ലാ എന്നൊരു ഗ്രാറ്റിറ്റ്യൂഡ് ദയാനിധിയായ റബ്ബിന് കൊടുക്കുക. ആരോടും നമ്മൾ അങ്ങനെ പറയാവൂ. ഞാനിത് പറയാൻ കാരണം, നമ്മളൊരു സുഹൃത്ത്, അജ്മാനിലുള്ള ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, എന്താ പാട്? അവൻ പറഞ്ഞു, കട്ടപ്പുകയാണ്. നമ്മൾ പറയൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ വലിയ ബേജാറാണ്, ഇങ്ങനെ പോണ്. നേരെ മറിച്ച് അൽഹംദുലില്ലാ എന്നൊരു വാക്ക്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വർധനവ് നൽകും. അതിരാവിലെ എഴുന്നേറ്റ് പെരുന്നാൾ ദിവസം പുതിയ ഡ്രസ്സിട്ട് പള്ളിയിലൊക്കെ പോയി പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു, വീട്ടിൽ വന്നു, നന്നായി ബിരിയാണിയൊക്കെ അടിച്ചു. പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്താ വിശേഷം? അവൻ പറയണം, ഇങ്ങനെ പോണ്. ഇനി എങ്ങനെ പോണ്ടത്? അങ്ങനെ നമ്മുടെ ഒരു മലയാളികളായ ചില ആളുകളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ്. പക്ഷേ പൊതുവെ പ്രവാസികളായുള്ള ആളുകൾക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവാറുണ്ട്. അവരൊക്കെ അധികം അൽഹംദുലില്ലാ എന്ന് പറയാറുണ്ട്. ഭാര്യ ഭർത്താവിനെ വിളിക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയെ വിളിക്കുമ്പോൾ എന്താ വിശേഷം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ പറയലാണ്. അൽഹംദുലില്ലാ അതൊരു നല്ല ഗ്രാറ്റിറ്റ്യൂഡാണ്. അഫ്ദലു ദുആഇ അൽഹംദുലില്ലാ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയാണ് അൽഹംദുലില്ലാ. ഗ്രാറ്റിറ്റ്യൂഡ് അള്ളാഹുവിന് കൊടുക്കുക, അൽഹംദുലില്ലാ. അതുപോലെ മനുഷ്യന്മാർ, ഒരാൾ നമുക്കൊരു ഗുണം ചെയ്തു തന്നാൽ അത് നമ്മൾ തീരെ മറക്കാതെ നമ്മുടെ മൈൻഡിൽ വെക്കണം. ഒരിക്കലും നമ്മൾ മറക്കരുത്. സാമ്പത്തികമാവട്ടെ, ശാരീരികമാവട്ടെ, ഹെൽപ്പാവട്ടെ, എന്താവട്ടെ, നമ്മുടെ മനസ്സിൽ ആ ഒരു നന്ദി അദ്ദേഹത്തോട് എപ്പോഴും നമ്മൾ കാണിക്കണം. നേരെ മറിച്ച് നമ്മൾ ഒരാൾക്ക് അങ്ങോട്ട് സഹായം ചെയ്താൽ നമ്മളത് ഉടനെ മറക്കണം. അതൊക്കെ നല്ലൊരു മനസ്സിൻ്റെ ലക്ഷണമാണത്. നമുക്കത് ഓർമ്മ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നമുക്ക് ഇങ്ങോട്ട് തന്ന ഗുണം നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തഅസുഹ, അള്ളാഹു ചെയ്ത നിഅമത്തുകൾ അതൊക്കെ നമ്മൾ മറന്നിട്ട് നമുക്കെന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്ക് നമ്മൾ ആകെ അപ്സെറ്റ് ആവുകയാണ്, ടെൻഷൻ ആവുകയാണ്. ഈ ടെൻഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന തന്ന നിഅമത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. നമുക്ക് അള്ളാഹു കണ്ണ് തന്നു, സംസാരിക്കാൻ നാവ് തന്നു, കേൾക്കാൻ ചെവി തന്നു. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹു തന്ന കഴിവുകളെ കുറിച്ച് നമ്മൾ ഓർക്കാതെ നമുക്കൊരു ചെറിയ പ്രയാസം വരുമ്പോൾ നമ്മൾ വല്ലാതെ ടെൻഷഡ് ആവുകയാണ്, പ്രയാസപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട, അള്ളാഹു എനിക്കൊരുപാട് ഗുണം ചെയ്തു തന്നല്ലോ. എണ്ണമല്ലാത്ത, കണക്കല്ലാത്ത ഗുണം. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുമ്പോൾ, വെന്റിലേറ്ററിൽ കിടക്കുന്ന, ഒരു ശ്വാസം കിട്ടാതെ വെന്റിലേറ്ററിൽ അടക്കപ്പെട്ട രോഗി കൃത്രിമ ശ്വാസം ശ്വസിച്ച് ഒരു ദിവസം വെന്റിലേറ്ററിൽ കിടന്നാൽ കൃത്രിമ ശ്വാസത്തിന് വേണ്ടി ഹോസ്പിറ്റൽ അടക്കേണ്ട ബില്ലൊന്ന് ഓർത്ത് നോക്കിയേ. എങ്കിൽ ജനിച്ച അന്നു മുതൽ ഇന്നേ വരെ ശ്വാസം വിടാൻ ഫ്രീ ആയി അള്ളാഹു നമുക്ക് ചെയ്തെന്ന ഈ ഒരു സൗകര്യം, ഇതിന് എത്രയാ നമ്മൾ നന്ദി പറയേണ്ടത്? എത്രയാണ് നമ്മൾ അള്ളാഹുവിന് നന്ദി പറയേണ്ടത്? ജീവിതകാലം മുഴുക്ക നന്ദി പറഞ്ഞാലും തീരൂല.
അത്രമാത്രം വലിയ നിഅമത്താണ് ഒരൊറ്റ വിഷയത്തിൽ നമുക്ക് തന്നത്. അപ്പം അതിനു വേണ്ടി മനസ്സിൻ്റെ അകത്തളത്തിൽ നിന്ന് ഹൃദയം തുറന്നൊരു അൽഹംദുലില്ലാ പറയുമ്പോൾ വീണ്ടും നമ്മൾ ചിന്തിക്കണം, നമ്മളെ നാവ്, നമുക്ക് സംസാരിക്കാൻ കഴിവ് തന്ന റബ്ബ് അൽഹംദുലില്ലാ പറയാൻ കഴിവ് തന്നു. പൊട്ടന്മാർ എത്ര പേരുണ്ട് ഇവിടെ, കാണാൻ കഴിവില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ. അവരെയും സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ് നമ്മളെയും സൃഷ്ടിച്ചത്. അങ്ങനെ ഞാൻ ചുരുക്കി പറയാണ്, എത്രയോ എത്രയോ അത്ഭുതങ്ങൾ നമ്മൾ ശരിക്കിരുന്ന് ചിന്തിച്ചാൽ വലിയ അത്ഭുതങ്ങളാണ്, വലിയ നിഅമത്തുകൾ അള്ളാഹു ചെയ്തെന്നതിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് ടൈം കാണണം. നീ ഒരല്പം ചിന്തിക്കാൻ വേണ്ടി സമയം കണ്ടാൽ അത് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണെന്നാണ്. തഫക്കറു, നിങ്ങൾ ചിന്തിക്കുക. തദബ്ബറു, നിങ്ങൾ ആലോചിക്കുക. അഫലാ യഅ്ഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ? അള്ളാഹു ചോദിക്കുകയാണ്. അപ്പം ആ മനസ്സിലാക്കലും ചിന്തിക്കലൊക്കെ നമ്മുടെ ജീവിതത്തിന് വലിയ പാഠമാവണം. അപ്പം നമ്മുടെ ചെറിയ ചെറിയ പ്രയാസങ്ങളൊന്നും നമുക്കൊരു വിഷയമല്ല, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെ ടെൻഷൻ ഇല്ലാത്തൊരു ജീവിതം നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹാപ്പിയാവും. എന്ത് പ്രയാസം വന്നാലും നമ്മുടെ മനസ്സിനത് ഹാപ്പിനെസ് നൽകാൻ കഴിയും. അതുപോലെ തന്നെ വിട്ടുവീഴ്ച, ഫോർഗീവ്നെസ്. നമ്മളെല്ലാ റമളാനിക്കൊക്കെ നമ്മളിങ്ങനെ ചൊല്ലാറുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്, ഫോർഗീവ്നെസ് ചെയ്യുന്നവനാണ്, ഫോർഗീവ്നെസ് ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നവനുമാണ്. അതുകൊണ്ട് എനിക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്തു തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്ത നമുക്കാർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പറ്റൂല. നമുക്കതിങ്ങനെ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അതിങ്ങനെ കറ പിടിച്ച് അവരോട് ദേഷ്യം പിടിച്ച് വിഷമിച്ച് മിണ്ടാണ്ട് നടക്കുകയാണ്. ആർക്കോ വേണ്ടി നമ്മൾ സ്വന്തം വിഷം കഴിക്കുകയാണെന്നുള്ള ചിന്ത ഇല്ല. നമ്മളൊരാളോട് വെറുത്താൽ അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും, പക്ഷെ അയാൾക്ക് വേണ്ടി നമ്മൾ വിഷം കഴിക്കുകയാണ്. അപ്പം അതൊക്കെ മാറ്റിയെടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർഗീവ്നെസ് എന്ന ആ ഒരൊറ്റ തിയറി, ആ ഒരു പോയിന്റ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ തീർച്ചയായിട്ടും അവൻ രക്ഷപ്പെടും. പ്രയാസം ഉണ്ടാവില്ല, ഹാപ്പിനെസ് ഉണ്ടാകും, രോഗമില്ലാണ്ടാവും, പുഞ്ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, ദേഷ്യം പിടിച്ച മുഖം, ഭീകരമുഖം, ഒരാൾ നോക്കിയാൽ പുഞ്ചിരിക്കാൻ പോലും മടിയുള്ള, ലുബ്ധതയുള്ള, ബഖീലായ, പിശുക്കനായ എത്ര പേരുണ്ടെന്ന് പുഞ്ചിരിച്ചു കൊടുത്താൽ അതൊരു സദക്കയാണ്. പൈസ കൊടുക്കൽ മാത്രമല്ല സദക്ക, പുഞ്ചിരിക്കലും സദക്കയാണ്. തബസ്സുമു അഖീക സദക്ക, പുഞ്ചിരിക്കൽ സദക്കയാണ്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ഉപദേശങ്ങളൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ എത്രമാത്രം അർത്ഥവത്താണെന്ന് ഓർക്കുക. അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു തആല എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി ഇദ്ഖാലു സുറൂറി ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഒരു മുഅ്മിന്റെ ഖൽബ് സന്തോഷിപ്പിക്കുക. സാമ്പത്തികമാവട്ടെ, പുഞ്ചിരി കൊണ്ടാവട്ടെ, സഹായം കൊണ്ടാവട്ടെ, ഒരു മുഅ്മിന്റെ ഖൽബ് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് എന്തൊരു സന്തോഷമാണത്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. നമുക്ക് നല്ലതൊക്കെ ചെയ്യാനും വേണ്ടാത്തത് ഒഴിവാക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.